ഹായ്, ഐ എം സ്മൈലി. തൃശ്ശൂർ കുറുപ്പ് റോഡിലുള്ള ഡ്രീം സോണിലെ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റാണ് ഞാൻ. സസ്റ്റൈനബിൾ ഫാഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് പറയുമ്പോൾ അത് വലിയൊരു വാക്കായി നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അത് തികച്ചും വളരെ ലളിതമായ ഒരു കാര്യമാണ്. യാതൊരു വിധത്തിലും പ്രകൃതിയെ ഉപദ്രവിക്കാതെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഞാരുകൾ, ഫൈബേഴ്സ് ലൈക്ക് പ്ലാന്റ്സ്, ആനിമൽസ്, ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന നാരുകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന രീതിയെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഡൈ ചെയ്യുന്ന രീതികളുണ്ട്. തുണികൾ നമ്മൾ ഡൈ ചെയ്യുന്നത് പ്രകൃതിദത്തമായി ലഭിക്കുന്ന നമ്മുടെ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, വെജിറ്റബിൾസ്, ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന കളറുകൾ ഉപയോഗിച്ച് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കംഫർട്ടബിൾ ആണ്. കുട്ടികൾക്ക് മറ്റ് അലർജികളോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ സേഫായി നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണത്. എപ്പോഴും പ്രകൃതിദത്തമായ നമുക്ക് ലഭിക്കുന്ന ഈ ഞാരുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡൈ ചെയ്യുന്ന രീതികൾ ഉപയോഗിച്ച് നമ്മൾ വസ്ത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളത് നമ്മളുടെ നേച്ചറിനെ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല സിന്തറ്റിക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീടുകളിൽ തന്നെ ഒത്തിരി വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയാതെ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്ന് നമുക്ക് അറിയാതെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഇന്ന് ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ അവസ്ഥ ഏകദേശം ഇത് തന്നെയാണ്. അതിനു പകരം ഈ ഒരു അവസ്ഥയെ മാറ്റി നേച്ചറിനോട് കൂടുതൽ ഫ്രണ്ട്ലി ആയ രീതിയിൽ നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലിനൻ, സിൽക്ക്, ഇത്തരം നമുക്ക് നാച്ചുറലായി ലഭിക്കുന്ന ഫൈബേഴ്സ് ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ വളരെ എളുപ്പവും കൂടിയാണ്. നമുക്കിപ്പോൾ ഒന്ന് കത്തിച്ച് കളയാം, അത് ചാരമായി മണ്ണിനോട് അലിഞ്ഞ് ചേർന്ന് അത് അങ്ങനെ നശിച്ചു പോയിക്കോളും. മറിച്ച് നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഒരു രീതിയിലും കത്തിച്ച് കളയാൻ കൂടെ നമുക്ക് സാധിക്കുകയില്ല. പ്ലാസ്റ്റിക് പോലെ തന്നെ നേച്ചറിന് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് അത്. മാത്രമല്ല, നമ്മളെല്ലാവരും ഈ ഒരു രീതിയിൽ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും വസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന സീക്വൻസ് പോലുള്ള മറ്റു കാര്യങ്ങൾ അത് ഡീഗ്രേഡബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നമ്മുടെ ശരീരത്തോട് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അലർജി പോലെയുള്ള രോഗങ്ങൾ വരാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും അത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഇണങ്ങി ചേരുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നേച്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ഇന്ന് ലോകത്ത് പല ബ്രാൻഡുകളും പൂർണ്ണമായ രീതിയിൽ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ബ്രാൻഡുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു അർത്ഥത്തിൽ തന്നെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ച്, പ്രകൃതിയെ മാത്രമല്ല അതോടൊപ്പം നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ നമ്മുടെ പ്രകൃതിക്ക് ഇന്ന് ഉണ്ടാക്കി വെക്കുന്ന ഒത്തിരി ദോഷങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് വസ്ത്രങ്ങളും. ഇതിനെല്ലാം നമുക്കൊരു മാറ്റം വരുത്തി വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറയുകയാണ്. താങ്ക് യു.